നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മളെ ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ചെറിയൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആണ്. കഴിഞ്ഞ ഒരു ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ പുതിയതായിട്ട് കാണുന്നവർക്ക് അറിയത്തില്ലായിരിക്കും, എൻ്റെ വാടക വീടെന്നാണ് ഈ ഒരു ചാനലിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ സ്കിപ്പ് ചെയ്യാതെയൊക്കെ എല്ലാവരും ഒന്ന് കാണണേ. പിന്നെ നമ്മൾ ഇന്നിപ്പോൾ ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് ചുമന്ന പച്ചനെല്ലിൻ്റെ പൊടി ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 നാഴി മാവാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നല്ലതുപോലെ വെള്ളം വെട്ടി തിളപ്പിച്ചിട്ടാണ് ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പുനീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിയൊക്കെ എടുക്കുമ്പോൾ നല്ല മയോ നല്ല സോഫ്റ്റായിട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ 1 സ്പൂണോ അല്ലെങ്കിൽ 1.5 സ്പൂണോ അത് കണക്കാക്കിയിട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മതിയേ. നേരത്തെ നമ്മളിതുപോലെ ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ എന്തിനാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ നമ്മൾ ഇടിയപ്പമൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കുവാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. കൈയെടുക്കാതെ ഇതുപോലെ തന്നെ നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമേ മാവ് എടുക്കാവുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ വെള്ളം തിളപ്പിച്ചൊക്കെ വെച്ചിട്ട് അതിൻ്റെ കൂടെ ഇട്ട് മാവൊക്കെ ഇട്ട് ഇളക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം മാവ് എടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം മാവ് എടുത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയല്ലോ. പിന്നെ ഇന്നിപ്പം നമ്മൾ മാവ് എടുത്തിരിക്കണം, കുറച്ച് അധികം മാവും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ നമുക്ക് 2 നാഴി മാവിൻ്റെ ആവശ്യമില്ല കേട്ടോ, 1 നാഴി മാവിൻ്റെ ആവശ്യം നമുക്ക് വരുള്ളൂ. പിന്നെ ഇന്നിപ്പോൾ മക്കൾക്ക് കഴിക്കാനും കൊണ്ടുപോകാനും പിന്നെ നമ്മളെ മുറ്റത്ത് നിന്നിപ്പോൾ കാടെടുക്കുന്ന ഇത്തിരി ജോലിയുണ്ട് കേട്ടോ. അപ്പോൾ ഒരാളിനെ കൂടെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും കൂടെ കാപ്പിയൊക്കെ കൊടുക്കണമല്ലോ, അപ്പോൾ അത് കണക്കാക്കിയിട്ടാണ് കുറച്ച് മാവ് ഞാൻ അധികം എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ പച്ചനെല്ലിൻ്റെ മാവിൽ ഇടിയപ്പം ഉണ്ടാക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവർ. പിന്നെ നല്ല ചൂടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഞാൻ ഇതുപോലെ പച്ചവെള്ളത്തിൽ കൈയൊന്ന് നനച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് നല്ല പ്രസ് ചെയ്തിട്ട് ഈ മാവിനെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ബോൾ മാതിരി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മാവ് സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ ഗ്രീൻ പീസ് കറിക്ക് വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ ഗ്രീൻ പീസ് കഴുകി വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്ന് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുക്കറിലോട്ട് ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്രീൻ പീസ് കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ഉരുളക്കിഴങ്ങും 1 സവോളയും ഞാൻ എടുത്തിട്ടുണ്ട്. 1 പച്ചമുളക് കട്ട് ചെയ്ത് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഇതിനകത്ത് കുറച്ച് ഉപ്പുനീരും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഗ്രീൻ പീസ് കറിക്ക് വേണ്ടിയിട്ടുള്ള ചേരുവയൊക്കെ അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ആവശ്യത്തിന് ഉപ്പുനീരും മഞ്ഞൾപ്പൊടിയും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുക്കർ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കണേ. നമ്മൾ നേരത്തെ ഉപ്പുനീരും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ വെള്ളത്തിൽ മൊത്തത്തിലൊന്ന് ചേർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കുന്നതും. പിന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുക്കറിൻ്റെ അടപ്പിൽ നമ്മൾ ചെറുതായിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ കൊണ്ട് മൊത്തത്തിലൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുക്കറിൻ്റെ അടപ്പിൽ എന്തിനാണ് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നതെന്ന്. അതേമാതിരി തന്നെയാണ് ഇതിലും ചേർത്ത് കൊടുക്കുന്നത്. ഗ്രീൻ പീസ് കറി വെച്ചെടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. കാരണം കുക്കറിൻ്റെ അടപ്പിൽ ഒരു ശകലം പോലും ഇതിൻ്റെ ഗ്രേവിയോ അങ്ങനെ ഒന്നും വന്നിരിക്കത്തില്ലേ. പിന്നെ നേരത്തെ നമ്മൾ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഒന്നും അല്ല കേട്ടോ വെച്ചിരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ പീസ് കറി ഒരടുപ്പിൽ വെന്ത് വരുമ്പോഴത്തേക്ക് ഇടിയപ്പം അപ്പുറത്തെ ഒരടുപ്പിലോട്ട് വെച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇടിയപ്പം കറിയും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അല്ലാതെ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കി മാറ്റി വെച്ചിട്ട് പിന്നെ രണ്ടാമത് നമ്മൾ കറി വെക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അത്രയും സമയം അങ്ങ് പൊക്കോണ്ടിരിക്കും. ഇതാകുമ്പോഴത്തേക്ക് ഇടിയപ്പം വെന്ത് വന്ന് അതെല്ലാം റെഡിയായി വരുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിയും തയ്യാറാക്കി എടുക്കാനായിട്ടൊക്കെ പറ്റും കേട്ടോ. പിന്നെ സേവനാഴിയിൽ നമ്മൾ മാവ് നിറച്ചെടുത്തതിന് ശേഷം ഇത് ശ്രദ്ധിച്ചിട്ട് വേണം ഇതിൻ്റെ അടപ്പ് നമ്മൾ അടയ്ക്കാനായിട്ടുള്ളത് കേട്ടോ. ചുറ്റും നോക്കി വേണം അടയ്ക്കാനായിട്ടുള്ള. ചുറ്റൊന്ന് മാറി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സേവനാഴിയുടെ അടപ്പ് പെട്ടെന്ന് ചള്ളായി പോവുകയും ചെയ്യും. പിന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടൊക്കെ വേണം ഇത് യൂസ് ചെയ്യാനായിട്ടൊക്കെ ഉള്ളത്. പിന്നെ ഈ ഒരു തട്ടിൽ നിറച്ചിട്ട് ബാക്കിയുള്ള തട്ടിലും കൂടെ ഞാൻ നിറച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇഡ്ഡലി പാത്രത്തിനകത്ത് വെള്ളം ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുക്കറിനകത്ത് ഗ്രീൻ പീസ് കറി അത് മറ്റേ അടുപ്പിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ കുക്കറിൻ്റെ തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 5ാമത്തെ വിസിലാണ് കേട്ടോ. നേരത്തെ 4 കേട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ വെളിച്ചെണ്ണ പുരട്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അടപ്പ് അടച്ച് വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഗ്രേവിയുടെ കളറോ ഒന്നും ഇതിൻ്റെ മുകളിലൊന്നും വന്നിട്ടില്ല. എങ്ങനെയാണോ അടപ്പ് വെച്ചിരുന്നത് അതേമാതിരി തന്നെ അടപ്പ് ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഇടിയപ്പം നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്ക് വെള്ളം നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ അതിൽ കൂടെ നല്ല ആവി ഇങ്ങനെ പൊന്തി വരുമ്പോൾ വേണം നമ്മൾ ഓരോ തട്ടുകൾ ഇങ്ങനെ വെച്ച് കൊടുക്കാനായിട്ടുള്ളത് കേട്ടോ. എങ്കിൽ മാത്രമേ ആവി നല്ലതുപോലെ തങ്ങി നിന്നിട്ട് ഇതിനെ വെന്ത് കിട്ടത്തുള്ളൂ. കറക്റ്റ് ആ ഒരു ടേസ്റ്റ് നല്ല മണമൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം നല്ല കളറിന് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളെ പച്ചനെല്ലിൻ്റെ ആകുമ്പോൾ ഒരു പ്രത്യേക കളറാണല്ലോ, കാണാനൊക്കെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. പിന്നെ നേരത്തെ നമ്മൾ ഗ്രീൻ പീസ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ സ്ഥലത്തും എങ്ങനെയാണ് ഗ്രീൻ പീസ് കറിക്ക് വേണ്ടിയിട്ട് ചേരുവയൊക്കെ ചേർത്ത് അരയ്ക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മളിവിടെ ഞാൻ എങ്ങനെയാണോ വെക്കുന്നത് അതേ രീതിക്കാണ് കേട്ടോ ഞാൻ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, പെരുംജീരകം, പിന്നെ ചെറിയ ഉള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച സമയത്ത്.
അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ ചെറിയ ഒരു ജാറിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു ജാറിൽ വെച്ചിട്ടാണ് ഇതിനെ ഒന്ന് അരച്ചെടുക്കുന്നത് കേട്ടോ. ഒത്തിരി അങ്ങ് പേസ്റ്റ് മാതിരി ഒന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഗ്രീൻ പീസ് കറിക്ക് വേണ്ടിയിട്ട് അരയ്ക്കുമ്പോഴത്തേക്ക് ചെറിയ ഒരു തൊത്ത് മാതിരി ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് കിടക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിനൊന്ന് അരച്ചെടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി, ഒത്തിരി ലൂസ് മാതിരി അരച്ചെടുക്കും അങ്ങനെ ഒന്നും വേണ്ട, ഒരു കട്ടി പരുവത്തിന്. പിന്നെ നമ്മളിതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ജാറ് ചെറുതായിട്ടൊന്ന് ചരിച്ച് നോക്കുമ്പോഴത്തേക്ക് വെള്ളം എത്രത്തോളം എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിനൊന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ. പിന്നെ അത് മാത്രമല്ല, നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എയർ പോയതിന് ശേഷമാണ് കേട്ടോ നമ്മളിതിൻ്റെ അടപ്പിൽ നിന്ന് ഇളക്കി എടുക്കുന്നത്. പിന്നെ അടപ്പിൽ ഒട്ടും ഗ്രേവിയുടെ കളറ് പിടിക്കുകയോ ഒന്നും പറ്റിയിട്ടില്ല. അപ്പം നല്ല നീറ്റായിട്ട് തന്നെ അടപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ തവി കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ചേരുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേരുവ നമ്മളിപ്പോൾ ചേർക്കുമ്പോൾ ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടല്ലോ, പക്ഷേ ഈ ഒരു കളറല്ല, നല്ല പച്ച കളറിൽ കിട്ടും കേട്ടോ. നമ്മൾ ഇനിയിപ്പോൾ അടുപ്പിൽ വെച്ചിട്ട് നല്ല രീതിക്കൊന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ രണ്ട് കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. നല്ല കുഴമ്പ് മാതിരി തന്നെ കറി സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ശാരീരിക പ്രശ്നങ്ങളൊക്കെ മാറിയോ, ഇപ്പോൾ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരിയും പേര് നമ്മളെ തിരക്കും എടുക്കുകയൊക്കെ ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. സുഖമായിട്ടിരിക്കുന്നു, അസുഖങ്ങളൊക്കെ ഇപ്പോൾ കുറവുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശ്വാസം എടുക്കുമ്പോഴത്തേക്കുള്ള ചെറിയൊരു ബുദ്ധിമുട്ട്, അത് ഈ ശ്വാസം മുട്ട ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇപ്പോൾ തുടരെ ഇങ്ങനെ വരണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ തണുപ്പല്ലേ, ഇപ്പോൾ കാലാവസ്ഥയിലൊക്കെ ഇതൊക്കെ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മരുന്ന് കഴിക്കുന്നുണ്ട്, എങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇടിയപ്പം എല്ലാം ഈ ഒരു ബേസണിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് കറി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് കടുക് വറക്കണമല്ലോ. അപ്പോൾ കടുക് വറക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ചീനിച്ചട്ടി ഞാൻ ഈ ഒരു അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണയും കടുകും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് നല്ലതുപോലെ മൂത്ത് കിട്ടിയതിന് ശേഷം കേട്ടോ ചെറുതായിട്ടൊന്ന് റൗണ്ട് കറക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കറിയിലൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്ന ഈ ഒരു ഗ്രീൻ പീസ് കറി തീർച്ചയായിട്ടും നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് മിക്കുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് ഒത്തിരി പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊക്കെ ഒരുപാട് പേര് കമൻ്റ് ഇട്ട് ശരിയായെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഈ ഒരു ഗ്രീൻ പീസ് കറി ഒന്ന് റെഡിയാക്കി നോക്കിയിട്ടൊക്കെ കമൻ്റ് ഇടണേ. പിന്നെ പച്ചനെല്ലിൻ്റെ മാവ് വെച്ചിട്ട് ഇടിയപ്പം കഴിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേമാതിരി തന്നെ നിങ്ങളെല്ലാവരും ഈ ഒരു മാവ് വാങ്ങിച്ചിട്ട് ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കണം കേട്ടോ. നല്ല ഒരു ടേസ്റ്റാണ്. അപ്പോൾ കുക്കിങ്ങിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മുറ്റം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളിൻ്റെ വീഡിയോയൊന്നും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ നേരത്തേക്ക് നമ്മൾ കാടൊക്കെ മൊത്തം ചെത്തിപ്പറിക്കി എടുക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് കേട്ടോ കൂടുതലായിട്ട് എനിക്കങ്ങ് വയ്യാണ്ടായതെന്ന് വെച്ചാൽ മഴയൊക്കെ അല്ലേ ഇരുന്ന കാരണം പകുതിയായിട്ടാണ് കേട്ടോ നമ്മൾ മഴയൊക്കെ നനഞ്ഞുകൊണ്ടൊക്കെ കാടെടുക്കുക അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് ഒട്ടും വയ്യാതായപ്പോഴത്തേക്കും പിന്നെ മഴയൊക്കെ പെയ്തപ്പോൾ ഒത്തിരി കാടങ്ങ് കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോഴങ്ങ് വൃത്തിയില്ലാത്ത മാതിരി അങ്ങ് വരുന്ന കണ്ടപ്പോഴത്തേക്ക് പിന്നെ ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഇട്ടാൽ പറ്റത്തില്ല, എന്തായാലും ഒരാളിനെ വിളിച്ചേ പറ്റുള്ളൂ അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിടക്കുന്നിടം അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും ഒരാളിനെ വിളിച്ചിട്ട് വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ കംപ്ലീറ്റ് കുറേയൊക്കെ പറ്റുന്നിടത്തോളം വീട്ടിന് ചുറ്റാകെ നമ്മളെ മുൻവശം വീടിൻ്റെ ബാക്ക് വശമൊക്കെ മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ചെറിയ ഒരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും ഒന്നും മറന്നു പോവല്ലേ.